ഞാൻ സരസ്വതി ടീച്ചർ, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ആണ്. ഈ ഓഗസ്റ്റ് 9 തിരൂർ ഖത്തർ ഓഡിറ്റോറിയത്തിൽ വെച്ച് തിരൂർ ആർട്സ് കോളേജിന്റെ 40 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വളരെ വിപുലമായ ഒരു സംഗമം നടത്തപ്പെടുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ആർട്സ് കോളേജുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വളരെ ചുരുങ്ങിയ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ആർട്സ് കോളേജിന്റെ ഹൃദയസ്പന്ദനം എന്ന് ഞാൻ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ള TK ബഷീറുമായുള്ള എൻ്റെ ബന്ധമാണ്. ബഷീർ എൻ്റെ വിദ്യാർത്ഥിയായിട്ടാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ബഷീർ എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എല്ലായ്പ്പോഴും എന്നെ ആർട്സ് കോളേജിന്റെ എല്ലാതര പ്രവർത്തനങ്ങളുമായിട്ട് വളരെയേറെ ബന്ധിപ്പിക്കുകയും എന്നെ എപ്പോഴും അതിൻ്റെ ഒരു പങ്കാളിയാക്കുകയും ആർട്സ് കോളേജിന്റെ ഒരു അഭ്യുദയകാംക്ഷയാണെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കുകയും ചെയ്ത ഒരവസ്ഥയിലാണ്. സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് സത്യം പറഞ്ഞാൽ ഒരു കാലത്ത് പലരും ഇത് പരാജയമാകുമോ വിജയമാകുമോ എന്ന് സംശയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് തിരൂരിൽ തുടങ്ങിയ ഈ ഉദ്യമം ഏറ്റവും മനോഹരമായി ഈ നിലയിലെത്തിക്കാൻ ഒരേ ഒരാളാണ് ബഷീർ. പക്ഷെ ബഷീറിന്റെ തോളോട് തോള് ചേർന്ന് സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ബഷീറിന് തന്നെ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത സഹായം ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ, അതായത് ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അതിൻ്റെ ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അതിന് പൂർണ്ണമായ ഒരു തെളിവാണ് ആർട്സ് കോളേജ്. ആർട്സ് കോളേജിന് പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, വെറും വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, അക്കാഡമിക്കും നോൺ അക്കാഡമിക്കും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കാനും അതിൽ അവരെ ഭാഗഭാക്കുകളാക്കാനും വളരെ ആക്റ്റീവ് ആക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു ആർട്സ് കോളേജിലെ കുട്ടികൾ ഏതെല്ലാം മേഖലകളിൽ എത്തിയെന്ന്. എല്ലാ മേഖലകളിൽ എത്തിച്ചേർന്ന കുട്ടികൾ ആർട്സ് കോളേജിൽ ഉണ്ടായിരുന്നു. ആർട്സ് കോളേജിലെ അധ്യാപകര് അതിന് ബഷീറിന് ഏറ്റവും വലിയ സഹായമായിരുന്നു എന്ന് മനസ്സിലാവുന്നു. പരിപാടി വളരെ ഭംഗിയാവട്ടെ. എല്ലാ തരത്തിലുള്ള അതിനുള്ള വിജയം ഞാൻ ആശംസിക്കുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഒരുപക്ഷെ എനിക്ക് പങ്കെടുക്കാനൊന്നും പറ്റില്ല. എന്നിരുന്നാലും ഇതുവരെ ആർട്സ് കോളേജിനോടൊപ്പം ഞാൻ എങ്ങനെ നിന്നിരുന്നുവോ അതുപോലെ ഇനിയും ഞാൻ നിൽക്കും. എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ബഷീറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.